ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യത്തിൽ ക്ലിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ സുഭാഷ് ഏട്ടൻ വിവാഹം കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം എന്നുള്ള കണ്ടീഷൻ ആലോചിച്ചിട്ട് നമ്മളെ നികേഷിന് ഇപ്പോഴും സങ്കടം തന്നെയാട്ടോ. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നിധിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു സങ്കടം അറിയാൻ പറ്റൂ കേട്ടോ. അപ്പം നിധിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നികേഷ് നീ എന്തെങ്കിലും ഡള്ളായിട്ടിരിക്കുന്നു, നീ ഇപ്പോഴും അതൊന്നും വിട്ടില്ലേ, നീ സന്തോഷമായിട്ടിരിക്കുക, സുഭാഷിൻ്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ നമ്മളെ നികേഷ് പറയുന്നുണ്ട്, സന്തോഷമൊക്കെ ഉണ്ട് ചേച്ചി, സുഭാഷേട്ടൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിന് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ, അല്ലാതെ എനിക്ക് സുഭാഷേട്ടൻ്റെ കല്യാണം കാണുന്നുള്ള കാര്യത്തിൽ സന്തോഷമൊക്കെ തന്നെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി കല്യാണം കഴിഞ്ഞാലും അവർ പറഞ്ഞാലോ സുഭാഷേട്ടൻ ഇങ്ങോട്ട് വരാൻ പാടില്ല, സുഭാഷേട്ടനെ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും ചേച്ചി, അങ്ങനെ സുഭാഷേട്ടനും ഇവിടുന്ന് പോവില്ലേ, അതൊക്കെ ആലോചിക്കുമ്പോഴാണ് സങ്കടം ചേച്ചി, അതൊക്കെ കഴിഞ്ഞ് ചേച്ചി ഇവിടുന്ന് പോവില്ലേ, അപ്പോൾ എല്ലാവരും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ വീട് വീണ്ടും ഒരു നരകമായി തീരില്ലേ. അങ്ങനെ ഞാനും എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും, ഹരീഷ് ഏട്ടനും പോവും, സുധീഷ് ഏട്ടനും പോവും, എല്ലാവരും പോവും, നികേഷും പോവും, എല്ലാവരും ഇവിടുന്ന് പോകും. അപ്പോൾ എന്താവും ഈ വീട്ടിലെ അവസ്ഥ, അതൊക്കെ ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഇല്ലടാ ഏട്ടത്തി പോവില്ല ഇവിടുന്ന്, ഏട്ടത്തി ഇവിടെ നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല വെറുതെ പറയാം, ഏട്ടത്തി ഇവിടെ നിൽക്കില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്, അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇല്ലടാ ഞാൻ പോകുന്നില്ല, ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് തന്നെ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നികേഷിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നികേഷിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നിധി. പക്ഷെ നികേഷിന് ഒരിക്കലും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിയുന്നതിൽ സന്തോഷമില്ലായ്മയൊന്നുമില്ല, അവനിപ്പോഴും ഈ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ഭാസ്കരനച്ഛൻ അടുക്കളയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ആരും കാണാതെ അടുക്കളയിൽ വറുത്ത് വെച്ച് ഇതൊക്കെ എടുത്ത് കഴിക്കുന്നതൊക്കെ ഇവർ വന്നിട്ട് കാണുക കേട്ടോ. കൈയിട്ട് വാരി തിന്നതൊക്കെ കാണുമ്പോൾ നികേഷിന് ദേഷ്യം വരും. അങ്ങനെ നികേഷും നിധിയും പോയിട്ട് അച്ഛനോട് സംസാരിക്കുകയാണ്. അതിൽ നിധി ഒന്നും മിണ്ടാതെ കേട്ടോ നിൽക്കുന്നത്, നികേഷാണ് എല്ലാവരും സംസാരിക്കുന്നത്. നികേഷ് പറയുന്നുണ്ട്, എന്താ അച്ഛ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്, എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സാധനം കൈയിട്ട് വാരി തിന്നരുത്, നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കഴിച്ചൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, ഓ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്ടാ, ഞാൻ ഇങ്ങനെ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് ഇങ്ങനെ പറ്റുള്ളൂ, ഞാൻ ഇനിയും ഇങ്ങനെയൊക്കെ കൈയിട്ട് വാരി കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവരെ മുന്നിൽ വെച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നിധിയാണെങ്കിൽ അച്ഛൻ അവിടെ ഒന്ന് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനല്ല കേട്ടോ അവൾ അങ്ങനെ വിളിച്ചത്. അവൾ പറയുന്നുണ്ട്, ഭാഷേട്ടൻ പെണ്ണാലോചിച്ച് വീട്ടിൽ നിന്ന് ഉച്ച തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഇവിടെ വേണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അച്ഛൻ പറയാണ്, എപ്പോഴാണ് വരുന്നത്, ഉച്ച തിരിഞ്ഞ് വരും എന്ന് പറയുമ്പോൾ ഓ ഞാൻ അവിടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് ശരി പറഞ്ഞിട്ട് നമ്മളെ ഭാസ്കരൻ അച്ഛൻ അവിടെ നിന്ന് പോവാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ നികേഷിനോട് നിധി പറയുന്നുണ്ട്, നമുക്കിവിടെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണടാ, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ സീഡ്സ് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ വേണ്ട, അത് സുധീഷ് വരുമ്പോൾ കൊണ്ടുവന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛനാണെങ്കിൽ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട് നിധിയോട്, എന്തിനാ അത് വായിൽ വെക്കാൻ കൊള്ളില്ല, അങ്ങനെയൊന്നും വേണ്ട, ഞാൻ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ നിധി പറയണം, എന്തിനാ അങ്ങനെ പറയുന്നത്, അച്ഛൻ എന്തെങ്കിലും ഏറ്റെടുക്കുമ്പോൾ നിങ്ങളായിട്ട് എന്തിനാ ഇല്ലാതാക്കുന്നത്, അച്ഛൻ കുറേ കാലം ജീവിച്ച ആളാണ്, അച്ഛന് ഏത് നല്ലത് ഏത് ചീത്ത എന്നൊക്കെ തിരിച്ചറിയാനൊക്കെ അച്ഛന് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് നമ്മളെ നികേഷിനെ മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. പലപ്പോഴും ഇവിടുത്തെ മക്കൾ, അതായത് നികേഷ് ആയിക്കോട്ടെ, ഹരീഷ് ആയിക്കോട്ടെ, സുധീഷ ആയിക്കോട്ടെ, വീണ്ടും സുഭാഷ് ചേട്ടനാണ് വീണ്ടും അങ്ങനെയൊക്കെ അച്ഛനെ വീണ്ടും അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ളൊരു മനസ്സ് തോന്നിയിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ താഴ്ത്തി കെട്ടി സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ നിധി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, അച്ഛനായിട്ടൊരു സ്പേസ് കൊടുക്കാനൊക്കെ നിധി തയ്യാറാവുന്നുണ്ട് കേട്ടോ. ഇവർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വീടിനെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ നിധിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പരിശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ചേട്ടൻ ആലോചിച്ച് വെച്ച് വീട്ടിൽ നിന്ന് ഇപ്പോൾ വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ആ ഒരുക്കങ്ങളാട്ടോ, ചെയറൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ മാറ്റി ഒരുങ്ങി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഭാസ്കരൻ അച്ഛനാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്, നിധിയാണെങ്കിലും അതുപോലെ തന്നെ, നിധിയാണെങ്കിൽ ഉമ്മറത്ത് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ വരാനായോ എന്നൊക്കെ. അങ്ങനെ അവരവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഈ കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ബ്രോക്കറാണെങ്കിലും ഭാസ്കരൻ അച്ഛനാണെങ്കിലും ഒക്കെ നല്ല തമാശയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ മാമനാണെന്ന് തോന്നുന്നു ഒരാളെ, അവരെല്ലാവരും നല്ല രീതിയിൽ തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ചേട്ടൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയപ്പോൾ പരിപ്പുവട ഉണ്ടാക്കാൻ പഠിപ്പിച്ച കാര്യം എടുത്തു പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് അവരുടെ വീട്ടുകാർ ഇപ്പോഴും ചിരിക്കാറുണ്ട്, അവർക്കത് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതിനിടയിൽ നിധി പറയുകയാണ്, ഞാൻ ചായ എടുക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് നിധി അടുക്കളയിൽ പോയിട്ട് ചായ എടുക്കുകയാണ്. അങ്ങനെ നിധിയുടെ ബാക്കിൽ പോയിട്ട് സുധീഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുധീഷിനോട് പലഹാരം എടുത്തുകൊണ്ട് വാന്ന് പറയുമ്പോൾ സുധീഷ് കുണുങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിധി പറയാം, അങ്ങനെ കുണുങ്ങിയൊന്നും നടക്കണം, നേരെ അങ്ങ് നടന്നോ എന്ന് പറഞ്ഞ് സുധീഷിനെ വഴക്ക് പറയുകയാണെ. അങ്ങനെ അവർ പോയിട്ട് ചായയൊക്കെ കൊടുക്കും, അവരെല്ലാവരും ചായയൊക്കെ കുടിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ സമൂസയൊക്കെ ഉണ്ടായിരിക്കും കഴിക്കുക. അപ്പോൾ സമൂസ സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കിയാന്ന് ചോദിക്കുമ്പോൾ എല്ലാം പുറത്തുനിന്ന് വാങ്ങിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഭാസ്കരനച്ഛനും വന്ന
കൂട്ടത്തിലുള്ള അവരുടെ മാമനൊക്കെ ഭയങ്കര തമാശ പറയുന്നുണ്ട്. ഭാസ്കരനച്ഛന് അതത്ര ദഹിക്കുന്നൊന്നുമില്ല കേട്ടോ ചില തമാശ പറയുമ്പോൾ. അങ്ങനെ കല്യാണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ പേടി, ആ കണ്ടീഷൻ ഇവരെങ്ങാനും ആ സമയത്ത് പറയുമോ, അതാണെങ്കിൽ സുഭാഷ് ചേട്ടന് അറിയില്ലല്ലോ. അപ്പോൾ കണ്ടീഷനൊക്കെ ഓക്കെ ആണെന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത് കണ്ടീഷൻ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് കൊണ്ട് അത് കല്യാണ മണ്ഡപത്തിൻ്റെ കാര്യവും ഗോൾഡിൻ്റെ കാര്യമൊക്കെ പറയുന്നത്, അതിലൊന്നും സുഭാഷ് ചേട്ടൻ വിഷമാവണ്ട, പിന്നെ ഗോൾഡിൻ്റെ കാര്യം അതൊന്നും ഞങ്ങൾക്ക് വേണമെന്നില്ല, അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾക്ക് നല്ല രീതിയിൽ വൃത്തിക്ക് കൊടുക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ കൊടുക്കും, അത് ഞങ്ങൾ എന്തായാലും കൊടുത്തിരിക്കും, അത് വേറെ കാര്യം എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് കല്യാണം എത്രയും പെട്ടെന്ന് നടത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു മണ്ഡപമൊക്കെ അറിയിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിശ്ചയത്തിൻ്റെ തീയതി ഞങ്ങൾ പോയി കണ്ടിരുന്നു. സുഭാഷിൻ്റെ ജാതകം ഞങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് ഞങ്ങൾ പോയി കണ്ടിരുന്നു. അപ്പോൾ 15, 25, 30 ഡേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഏതാണ് തയ്യാറായിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഹരീഷ് ആണെങ്കിൽ എടുത്ത വഴിക്ക് പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് 15-ന് തന്നെ നടത്താം, എന്തിനാ വൈകിപ്പിക്കണം, ആ ദിവസം തന്നെ നടത്താമെന്ന് പറയുമ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടനൊന്ന് ഞെട്ട് കേട്ടോ. ആ സമയത്ത് സുഭാഷ് ചേട്ടൻ്റെ മുഖം ഒന്ന് വാടുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതിനെന്ത് കുഴപ്പം, കുഴപ്പമില്ല, 15-ന് തന്നെ നമുക്ക് നടത്താമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് എതിർപ്പ്, എത്രയും പെട്ടെന്ന് ഇതൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു, അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കട്ടോ. പക്ഷേ സുഭാഷ് ചേട്ടൻ്റെയും നികേഷിൻ്റെ മുഖത്ത് അത്ര വലിയ സന്തോഷം കാണുന്നില്ല. നികേഷിനാണെങ്കിൽ സുഭാഷ് ചേട്ടൻ ഇവിടുന്ന് പോകുന്നുള്ള സങ്കടം, സുഭാഷ് ചേട്ടനാണെങ്കിൽ ഇത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സങ്കടം എല്ലാം ഉണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പരസ്പരം പറഞ്ഞു വെച്ചിട്ട് അവരവിടുന്ന് ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. നിശ്ചയത്തിൻ്റെ മണ്ഡപം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അച്ഛനും എല്ലാവരും അവിടുന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് തന്നെ നികേഷ് പോയിട്ട് സുഭാഷ് ചേട്ടനെ കെട്ടിപ്പിടിച്ച് കരയാട്ടോ ചെയ്യുന്നത്. സുഭാഷ് ചേട്ടൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ടാട്ടോ നികേഷിന് വിഷമമായത്. ഒന്നാമത് ഈ കാര്യമൊന്നും സുഭാഷ് ചേട്ടൻ അറിയില്ല, സുഭാഷ് ചേട്ടൻ അറിയാതെ രഹസ്യമായിട്ടാണ് ഇവർ ഇത്രയും കാര്യം ഇവിടെ കൊണ്ടുപോയി എത്തിച്ചത്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ നികേഷിന് ഭയങ്കരമായിട്ട് വിഷമം. അവസാനം സുഭാഷ് ചേട്ടനും എന്താണ് നീ ചെയ്യുന്നത്, എന്താ നിനക്ക് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ നികേഷ് പറയാണ്, ഒന്നുമില്ല ഏട്ടാ, എനിക്ക് സന്തോഷം കൊണ്ടാണ്, സന്തോഷം വന്നപ്പോൾ ഞാൻ കരഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഇവൻ്റെ ഒരു കാര്യം, സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇങ്ങനെ തന്നെ ഒരേ ഒരു കരച്ചിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരും ഈ ഒരു കാര്യം എടുത്തിട്ടുന്നില്ല കേട്ടോ. ഈ സമയത്ത് പോലും നമ്മളെ സുഭാഷ് ചേട്ടൻ സത്യങ്ങളൊന്നും അറിയുന്നില്ല. സന്തോഷം കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ നികേഷ് ഇങ്ങനെ കരയുന്നെന്ന് വിചാരിക്കുക കേട്ടോ. നികേഷ് ആട്ടോ ഏറ്റവും കൂടുതൽ ഇത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് ഒരു തരത്തിലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രമാത്രം സുഭാഷ് ചേട്ടനുമായിട്ട് അവൻ അത്ര അറ്റാച്ച്ഡ് ആയിപ്പോയി. അതുകൊണ്ടായിരിക്കും ഇത്രയും പെട്ടെന്നൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളും കണ്ടീഷൻസൊക്കെ വെച്ചപ്പോൾ അവനത് മനസ്സിലാക്കാൻ പറ്റാതെ ആയി പോയത്. എന്തായാലും ഈ ഒരു കല്യാണം അവർ വിചാരിച്ച പോലെ നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അതുവരെ സുഭാഷ് ചേട്ടനെ അറിയാതെ നിന്നാൽ മതിയായിരുന്നു. അവർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബ്രോക്കർ കയ്യിൽ പോയിട്ട് നമ്മളെ ഭാസ്കരനച്ഛൻ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ബ്രോക്കർ ഇത് ശരിയാക്കി തന്നതിൽ. ബ്രോക്കർ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട്, അഭിനയിക്കൊന്നും വേണ്ട, ഇത് അങ്ങോട്ട് വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കല്യാണം നടക്കൂല എന്നൊക്കെ വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ എന്തായാലും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കണ്ടീഷൻ സുഭാഷ് ചേട്ടൻ അറിയാതെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വിഷമമുണ്ട്. സുധീഷ് പറഞ്ഞതുപോലെ ചില നല്ല കാര്യങ്ങൾ നടക്കാൻ ചില നുണകളൊക്കെ നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരും എന്ന് പറഞ്ഞത് ചിലപ്പോൾ സത്യമായിട്ട് വരും. അപ്പോൾ എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ബൈ.